കോൺഗ്രസിന് സോളാർ കേസ് എങ്ങനെയാണോ അതുപോലെ സിപിഐഎമ്മിനെ സംബന്ധിച്ച് ഒരു സാങ്കല്പിക കഥയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം. ജീവിച്ചിരുന്നു എന്നുപോലും ഉറപ്പില്ലാത്ത ഒരാളുടെ കൊലപാതകം. അതിന്റെ പേരിൽ പിണറായി വിജയനെയും സിപിഐഎമ്മിനെയും കുരുക്കാനുള്ള നീക്കം. കുറെ മാർക്സിസ്റ്റ് വിരുദ്ധരുടെ സ്വപ്നം. സിബിഐക്ക് കേസ് വിട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. സിബിഐ നമ്മൾക്ക് പുല്ലാണ് എന്ന് ജയരാജൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. Today onwards, we are on the game. Let's wish good luck ourselves. പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ്. സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത്, മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ്. നിങ്ങൾ രഹസ്യമായി ചർച്ച ചെയ്തില്ലേ ആ ഗൂഢാലോചന കേസിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കേസെടുക്കുക, സിബിഐ അന്വേഷണം നടത്തുക. ഒരു സിബിഐ അതും കണ്ട ഇപ്പോഴത്തെ പുറപ്പാട്. തന്നോട് രണ്ട് വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇവിടെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഉണ്ട്. ചിലർ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ സിബിഐ? ഞങ്ങൾക്കൊരു സിബിഐ അല്ല, ഒരു IB അല്ല, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാ ഇതിനെതിർക്കുന്നത്? താൻ പറഞ്ഞ ആ പാച്ചുവിന്റെ റാങ്ക് എന്താണെന്നറിയാവോ? 132.5 കിലോമീറ്റർ ദൂരെ അങ്ങേരെത്തിയെന്നറിഞ്ഞാൽ താൻ ഇവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ഇങ്ങനെ രമ പോയി 2 ദിവസം മൊഴി കൊടുത്തു. എല്ലാ അലപരാധികളും പോയി മൊഴി കൊടുത്തു. എല്ലാവരും പോയി മൊഴി കൊടുത്ത് കോടതി കേട്ടു. ആ കോടതി 12 പേരെ ശിക്ഷിച്ചു, 66 ആളുകളെയും വിട്ടയച്ചു, 64 ആളുകളെയും വിട്ടയച്ചു. അതുപോലെ ഇനി വേറെ ചില ആളെ കൂടി ശിക്ഷിക്കണം. എന്ത് തോന്നിയാസം നടത്തിയാലും ചിലർ ചോദിക്കുന്നു സിബിഐ ഞങ്ങളെന്ത് ഭയപ്പെടണം? തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കില്ല. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, നിയമവിരുദ്ധമാണ് ചെയ്യുന്നത്. ആ നിയമവ്യവസ്ഥ പരിപാടിക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല. യഥാർത്ഥ കൊലപാതകം ഒരു ദിവസം വന്ന് കൺഫസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടുമാണ് വലുത്. ഇന്ന് തെറ്റ് തിരുത്തുന്നതാണോ നല്ലത്? നിങ്ങൾ ചെയ്യുന്നത് ജനവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതിനെ ശക്തമായിട്ട് തന്നെ എതിർത്ത് മുന്നോട്ട് പോകും. എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധരും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്താൻ അതെല്ലാത്തിനെയും തട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അനിയൻ ഇപ്പൊ കാണിച്ച് ചെയ്താലും ശരിയായില്ല. ആരോടായാലും കുറച്ചുകൂടെ ഹ്യൂമൻ ആവണ്ടേ? യുവർ ജോബ് ഡിമാൻഡ്സ് ഇറ്റ്. വീറും വാശിയൊക്കെ ആവാം, ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ്. ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും. അതുകൊണ്ടാണ് ആളും തരവും നോക്കാതെ പെരുമാറുന്നത്. ടു ബാഡ്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ജന്മം പാഴായി. സഖാക്കളെ, എനിക്ക് സർപ്പദർശനമേറ്റു, എനിക്ക് പാമ്പ് കടിയേറ്റു, എന്റെ ശരീരത്തിൽ വിഷം കലരുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നു, എന്റെ ചലനശക്തി കുറയുകയാണ്. സഖാക്കളെ, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. സഖാക്കളെ, എന്റെ കൈകളും കാലുകളും ഇടറുന്നു. പക്ഷെ സഖാക്കളെ, നിങ്ങൾ മുന്നോട്ട്. ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും CBIയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പിണറായിക്കെതിരെ കുറ്റം ഇപ്പോഴും രമയോ ചന്ദ്രശേഖരനോ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചത് ഞങ്ങളും ഉത്തരവാദി. ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത രണ്ടെണ്ണേ ഉള്ളൂ. ഈ ചന്ദ്രശേഖരൻ എന്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു? വടകരക്കാർക്കറിയാം, ഉഞ്ചക്കാർക്കറിയാം. രമയും കൊണ്ട് നടന്ന് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ഒരു പുല്ലും നിങ്ങളെ കൊണ്ടാകില്ല. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞില്ലേ, പോടാ പുല്ലേ. അതാ സൂക്ഷിച്ച് കളിച്ചുകൊള്ളണം, സൂക്ഷിച്ച് കളിച്ചുകൊള്ളണം. ഇത് തമാശയും കളിയാണെന്ന് ധരിക്കരുത്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇറങ്ങി ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും.
എന്നാൽ VS അച്യുതാനന്ദന്റെ കാര്യം അങ്ങനെയല്ല. CBI അന്വേഷണം വേണ്ട വേണ്ട എന്ന് പാർട്ടി പറയുമ്പോൾ എല്ലാം വേണം വേണം എന്ന് VS ആവർത്തിക്കും. പാർട്ടി വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം കൂടി VSന് ക്ലാസ് എടുത്തു കൊടുത്തു. പാട്ട് എന്ത് പഠിപ്പിച്ചു വിട്ടാലും പാടേണ്ടിടത്തെത്തുമ്പോൾ VS അച്യുതാനന്ദൻ പടപ്പാട്ട് പാടും. പിണറായി വിജയനും കൊടിസുനി ആദി കിർമാണികൾക്കും എതിരായ പാട്ട്. CBI അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. മറ്റെന്തോ പാടാൻ എന്ന പേരിൽ ആളുകളെ വിളിച്ചുകൂട്ടി TP വധക്കേസിൽ പ്രതികൾക്കെതിരായ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. രമയ്ക്ക് നൽകിയ വാഗ്ദാനം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നമ്മളിപ്പോൾ കടന്ന് പറയേണ്ട കാര്യമില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങളുണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. നമുക്ക് ഭൂപാളം ഒന്ന് പിടിച്ചു നോക്കൂ. ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടി രമയ്ക്ക് നൽകിയിരുന്ന വാഗ്ദാനം നടപ്പിലാക്കുന്നു. ഒരു ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അതൊരു ചോദ്യവും ഉത്തരവായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അല്ല, അത് രമയും ഗവൺമെന്റും തമ്മിൽ തീരുമാനിക്കേണ്ടതാണ്. ഗവൺമെന്റ് പ്രതികളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല സൂത്രവും ഇടയ്ക്ക് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അത് അവരുടെ ഒരു ആവശ്യമാണ്. അത് അവര് ഇപ്പൊ അംഗീകരിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കേട്ടതല്ലേ അത്, നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന പിന്നെ ഇതങ്ങനെ ശരിയാവും. ഞാൻ പറഞ്ഞുതരാം. അതേക്കുറിച്ചൊന്നും ഒരു പ്രത്യേക ചോദ്യത്തിന്റെ പ്രധാനം ഉള്ള പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങള് മുത്തുനായകത്തിന്റെ പ്രത്യേക അല്ല സാർ, നമ്മുടെ സിറ്റുവേഷനായിട്ട് ചേർന്ന് പോകുന്ന ഒരു പാട്ട് ഇതാണ്. ആകട്ടെ എന്ന് എന്നിട്ട് എന്ത് പറഞ്ഞു? അതാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ നടത്തുന്ന ശ്രമത്തിനെതിരായിട്ടാണ് ഞാൻ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നത്. തെളിവുകളുമായി വസ്തുതകളുമായി. അതെ, അതെല്ലാം വരുമല്ലോ, വരാതിരിക്കാൻ ഒക്കില്ലല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. CBI അന്വേഷണത്തെക്കാൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഈ വോയിസിന്റെ ഇതിന്റെ ഇടപെടല് സംബന്ധിച്ച്, ജയിലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അറിയാതെ ഇത് വല്ലതും ഉണ്ടാകുമോ? അല്ലെ, എന്റെ ട്യൂണേഴ്സിന് സിറ്റുവേഷൻ മാറ്റിയാൽ മതി, അതായിരിക്കും ബെറ്റർ. അത് ചെയ്യേണ്ടി വരും. നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും. അപ്പൊ ആ പ്രശ്നമാണ് CBI അന്വേഷണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിലയിൽ ഞാൻ ഉന്നയിച്ചതും കത്തെഴുതിയതും. VS എഴുതിയ കത്തിൽ പറയുന്നതും ഫൈസിന്റെ പേരാണല്ലോ. ഫൈസ് എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ചെന്നിത്തല അങ്ങ് CBIക്ക് വിടുകയും ചെയ്തു. VSനെ ആണെങ്കിൽ കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് പാർട്ടി. ഇനിയൊരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ സമര പ്രഖ്യാപനം. എൻ്റെ സിനിമകളിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ നടനിലെ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു മുഖം ഈ വ്യക്തിക്കുണ്ട്.